തുറന്നാലും പക്ഷെ തുറന്നാൽ കുഴപ്പമില്ല, നമുക്ക് പോവാനൊക്കെ എളുപ്പം. ഇത് നമ്മളിപ്പോ ഇവിടുന്ന് 90 രൂപ 80 രൂപ കൊടുക്കണം ആട്ടോയ്ക്ക് പള്ളിമുക്കി പോകണം. മറ്റേ ഇവിടുന്ന് 30 രൂപ കൊടുത്താൽ ആട്ടോയിൽ പള്ളിമുക്കി പോകാം. അങ്ങനത്തെ ബുദ്ധിമുട്ട് അത് തുറന്നു കിട്ടിയിരുന്ന ഒരു ആശ്വാസമായല്ലേ? കിട്ടിയത് വലിയ ആശ്വാസം. ഇത്തിരി അല്ല, ഇതിന്റെ നിർമ്മാണം തുടങ്ങി 5 വർഷമായോ? 5 വർഷമായി. ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് പഴയ പോലെ? കച്ചവടം കാൽഭാഗമായി പഴയതിനെങ്ങാട്ടി. ആരും വരാറില്ലല്ലേ? ആരും വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആൾക്കാർക്ക്. ഇപ്പൊ നമ്മൾ ഗേറ്റ് അടച്ചിട്ടേക്കുന്നോണ്ട് കാത്തു നിൽക്കണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും. അത് കണക്ക് മോൾ ഇവിടെ KNJ പഠിക്കുക. അവളിപ്പോ 3 വർഷം കൊണ്ട് കൊറോണ ആയിരുന്നല്ലോ, അതുകൊണ്ട് 5ാം ക്ലാസ്സിൽ 6ഉം 7ഉം 2 വർഷം ഇല്ലായിരുന്നു. 8, 9, 10 ഇപ്പൊ +1 ആയി. 4 വർഷം കൊണ്ട് കൊച്ചു ഗേറ്റിന്റെ അപ്പുറത്ത് പൊക്കി മടുത്ത് പൊക്കി. CBSE അല്ലേ, അപ്പൊ CBSEക്ക് ബുക്ക് കൂടുതലാ, വെയിറ്റ്. 2 ഷോൾഡറും തിരിച്ചു വരുമ്പോ. അപ്പൊ നിങ്ങൾ അവിടെ ഗേറ്റിനോട് പോയിട്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരണം? അല്ല, നമ്മള് സൈക്കിളാ തന്നെ പൊക്കണ്ടേ. നമ്മള് ബുക്ക് എടുത്താലും സൈക്കിള് വെച്ച് പൊക്കണ്ടേ. എന്തൊരു പാടാ അത്. അപ്പുറം ഇപ്പുറം വണ്ടി വരുന്നോ നോക്കണം, സൈക്കിള് പൊക്കണം. തിരിച്ചു വരുമ്പോ പറയുമ്പോ എനിക്ക് വയ്യെന്ന് പറയാം. എന്നിട്ട് പറയാം സ്കൂളിൽ പഠിച്ചില്ലേ, അതുകൊണ്ട് പിന്നെ മാറാനും അവക്കൊരു മടി. അല്ല, ഞാൻ ചോദിച്ചു ഇത്രയും കാലമായിട്ട് പണിയൊന്നും തീർന്നില്ലല്ലോ? തീർന്നില്ല. അവര് പറയുന്ന കുറേശ്ശെ ഗഡുക്കളായിട്ടേ പൈസ കൊടുക്കുന്നോളൂ. അവര് കിട്ടുന്ന പൈസക്ക് ചെയ്ത് തീർക്കും. പിന്നെ കുറച്ചു നേരം ഇവിടുന്ന് അങ്ങ് വേറെ നാട്ടിൽ. ഇപ്പൊ ജോലിക്കാരും ഇല്ല. ഇവര് പൈസ കൊടുക്കുന്നില്ലെന്ന് അവര് പറയുന്നത്. അല്ല, ഇപ്പൊ അടിക്കടി ഇവിടെ ജനപ്രതിനിധി പറയുന്നുണ്ട് നവംബറിൽ തുറക്കും, അടുത്ത ഡിസംബറിൽ തുറക്കുന്നൊക്കെ. ഇങ്ങനെ നമ്മൾ പറയുന്നല്ലാതെ അവരൊന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു ഇവിടെ പണി ചെയ്യുന്നവരടുത്ത് ചോദിച്ചാ പറഞ്ഞ് ഗവൺമെന്റ് പൈസ കൊടുത്താലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ നല്ല കച്ചവടമായിരുന്നല്ലേ? ഒരുപാട് കടക്കാർ പൊട്ടിപ്പോയി. ഇത് ഇവിടെ ആരും വരത്തില്ല അല്ലേ? അല്ല, ഇപ്പൊ നവംബറിൽ തുറക്കുമെന്നൊക്കെ പറയും. അല്ല, എത്ര രൂപ? 39 രൂപ അനുവദിച്ചിട്ട് 21 രൂപ കൊണ്ടുവന്ന് എല്ലാവർക്കും കളക്ടറേറ്റ് വിളിച്ചു കൊടുക്കും. ഇവിടെ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് ഒപ്പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ നമ്മള് പറഞ്ഞ പണം കിട്ടിയില്ലേ? ഇല്ല കിട്ടിയില്ല. അതിന് എവിടെല്ലാം പിന്നെ പ്രേമേന്ദ്രനെ പോയി കണ്ട്, MLA നൗഷാദിനെ കണ്ട്, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അത് ശരിയായില്ല, അത് നടന്നില്ല. ഇവിടെ റോഡിൽ നടന്നില്ല. കേസ് പറഞ്ഞ് ഇനി വായിക്കണമെന്ന് പറഞ്ഞു. അല്ല, ടാറിങ്ങും തീർന്നില്ല അല്ലേ? ടാറിങ്ങൊന്നും ചെയ്തില്ല. തീർന്നില്ല, കുറെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളിൽ കണ്ട് ഇത്തിരി ടാറും കണ്ട് കോൺക്രീറ്റ് ചെയ്തതിന്റെ മേളിൽ കണ്ട് ചെയ്ത അതിന് തുറന്നു വിട്ടാൽ മതിയായിരുന്നു. പണി തീർന്നെങ്കിലും വേണ്ടിയില്ല. അതെ അതെ. അപ്പുറം അവിടെ കൂടെ ഒത്തിരി പണിയും കണ്ടുണ്ടെന്നു. അവിടെ അങ്ങ് തുറന്നു വിട്ടാൽ അങ്ങ് പോയി. ബാക്കി പണി ചെയ്തിൽ പതുക്കെ ചെയ്താൽ മതി. ആളുകൾ എത്ര വർഷമായിട്ട് ഇടുന്ന കിലോമീറ്ററാണ് കുറഞ്ഞു. വലിയ പ്രയാസം തന്നെയല്ലേ? പിന്നെ ഇതിപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ട് 5 വർഷമായി. ഒരു ഉറപ്പുമില്ല അല്ലേ? തുറന്നു പറയുക, പറഞ്ഞു പറ്റിക്കുക, നമ്മൾ അനുഭവിക്കുക, നമ്മൾ കേട്ടോണ്ടിരിക്കുക. കേൾക്കുന്നു എന്തൊക്കെ സംഭവിക്കുന്നത്. സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് പൂട്ടി പോയല്ലേ? ഇവിടെയൊക്കെ ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ടാർ ചെയ്യണം. പിന്നെ ആദ്യം ടാർ ചെയ്യണമെങ്കിലേ ഇത് തുറന്നു കൊടുക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ടാറിങ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം പിടിക്കും? ആ ടാറിങ് ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ ഇടണം. പിന്നെ അവിടെ മെറ്റൽ കൊണ്ട് ഇറക്കാറുണ്ട്. ആ മെറ്റൽ ഇട്ടെങ്കിൽ അതെല്ലാം ശരിയാകത്തുള്ളൂ. മുകൾ വശം ഇപ്പൊ പാലത്തിന്റെ മേൽവശത്തിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടീഷൻ ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾക്ക് നടന്നു പോകാം. രാവിലെ അത്ര നടക്കാൻ പറ്റും. രാവിലെ നടന്നു പോവാം. വാഹനങ്ങൾക്ക് പോകാറായില്ല. ഒരുപാട് പണിയുണ്ട്. വാഹനം പോകണമെങ്കിൽ റോഡ് അത് തുറന്നു കൊടുത്തേ, ടാർ ചെയ്തേലേ പറ്റും. ടാർ ചെയ്യാതെ തുറക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പണി നടക്കുന്നില്ല. പണി 4 പേരെ നിർത്തി പണി അങ്ങനെ അപ്പുറത്ത് 4 പേര്, ഇപ്പുറത്ത് 4 പേര്. ഇവിടെ ഇപ്പൊ 4 ഇല്ല, അപ്പുറത്ത് ഒരു 4 പേര് കാണും. 4-5 പേര് കാണും. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് അടുത്ത മാസം തുറക്കുമെന്ന് പറയുന്നത്. അടുത്ത മാസം ഇവർ തുറന്നു കൊടുക്കുമെന്ന് പറയുന്നത്. ഇങ്ങനെ വെച്ചിട്ടാ എന്തോ ചെയ്യും? നമ്മൾ അനുഭവിക്കുക യോഗ.